ഈ ചെടി ഏതാണെന്ന് മനസ്സിലായോ? ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം സാധാരണയായി നീല കളറിലും അതേപോലെ തന്നെ വെള്ള കളറിലുമാണ് കാണുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടിയാണ്. ഇതിലിപ്പോൾ നമുക്ക് നീല കളറിൽ പൂക്കളുള്ള ചെടിയാണ്. ഇതൊരു അലങ്കാര ചെടിയായിട്ട് മിക്ക വീടുകളിലും ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടി കൂടിയാണ്. ഇതിൻ്റെ പൂവ് അതേപോലെ തന്നെ വേരൊക്കെ ഒരുപാട് മരുന്നുകൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളത് ബ്ലൂ ടീ ആണല്ലോ, ശംഖുപുഷ്പം കൊണ്ടിട്ടുള്ള ടീ ആണ്. അതൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ടീ കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ശംഖുപുഷ്പം കൊണ്ടുള്ള ടീ ആണ്. അതിനായിട്ട് ആദ്യമേ ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു 3 ശംഖുപുഷ്പം ഇട്ട് വയ്ക്കുക. ശംഖുപുഷ്പം നമുക്ക് ഫ്രഷ് ഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ശംഖുപുഷ്പമൊക്കെ കിട്ടുന്ന സമയത്ത് അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആ ഉണക്കിയെടുത്ത് ഫ്ലവേഴ്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ടീ ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്രഷ് ഫ്ലവർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ പൂവിൻ്റെ കളർ ഏതാണോ ആ രീതിയിലാണ് നമുക്ക് ആ ടീ കിട്ടുന്നത്. കുറച്ച് സമയം ഒരു 4-5 മിനിറ്റോളം ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിനകത്ത് കളർ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. ഇതിനകത്ത് നമ്മൾ വേറെ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പം നന്നായിട്ട് ആ കളർ വന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ശംഖുപുഷ്പം എടുത്ത് കളയുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പം വീട്ടിൽ ശംഖുപുഷ്പമൊക്കെ ഉള്ളവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ശംഖുപുഷ്പം കിട്ടുന്ന സമയത്ത് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡ്രിങ്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.